നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഇത് കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ റൂമാണ്. ഉള്ളിൽ പ്രത്യേകം അജണ്ടയാണെന്നാണ് പറഞ്ഞത്. പഞ്ചായത്ത് കമ്മിറ്റി നടക്കുകയാണ്. ഇവിടെ പൊതുജനങ്ങൾക്ക് ഒരു കാര്യങ്ങളും നടപ്പാക്കുന്നില്ല എന്നും പറഞ്ഞ് നിരവധി ആക്ഷേപങ്ങളാണ് ഉള്ളത്. അത് ഞാൻ റിപ്പോർട്ട് ചെയ്യാമെന്നതാണ്. പക്ഷേ പത്രക്കാരെ കണ്ടതേ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ കഥകടയ്ക്കുകയാണ് ഉണ്ടായത്. പഞ്ചായത്തിനെ ആയിട്ടുള്ളവരും ചാനലുകാർക്ക് മാധ്യമപ്രവർത്തകർക്ക് കമ്മിറ്റിയിൽ കയറാവുന്നതാണ്. പക്ഷേ ഇവിടെ പ്രസിഡന്റിൻ്റെ നീതി എന്നാന്ന് നമുക്കറിയത്തില്ല. യാതൊരു ന്യായമുള്ള കാരണങ്ങൾക്കല്ലല്ലോ ഇപ്പോൾ ഈ തീരുമാനം എടുക്കുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് എന്തും ചെയ്യാം. എൻ്റെ മര്യാദ അനുസരിച്ച് ഞാൻ പ്രസിഡന്റോട് ചോദിച്ചു, ഇറങ്ങിപ്പോകണം, എടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. കാര്യം എന്നപ്പോൾ കയറണ്ട, ഇവിടെ പ്രത്യേക അജണ്ടയാണെന്ന് പറഞ്ഞത്. പൊതുജനത്തിൻ്റെ ഒരു അഭിപ്രായത്തിൻ്റെ രീതി ഹരിച്ചേട്ടൻ്റെ അഭിപ്രായം. ഇവിടെ കുമാരമംഗലം പഞ്ചായത്തിന് സംസ്ഥാനത്തുള്ള മറ്റ് പഞ്ചായത്തിനേക്കാൾ വിരുദ്ധമായ ചില നിയമങ്ങളുണ്ട്. അത് കുമാരമംഗലം പഞ്ചായത്തിന് മാത്രമുള്ളതാണ്. കുമാരമംഗലം പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവിടെ വരുന്ന സാധാരണ ജനങ്ങൾക്ക് യാതൊരു കാര്യവും ഇവിടെ ചെയ്തു കൊടുക്കുന്നില്ല. നിയമപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. അതൊന്നും ചെയ്തു കൊടുക്കാൻ ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിയോ പഞ്ചായത്ത് ജീവനക്കാർക്കോ തയ്യാറില്ല. പഞ്ചായത്ത് കമ്മിറ്റി കഴിഞ്ഞ് തിരിച്ചിറങ്ങിയ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റാണിത്. ഇന്ന് പഞ്ചായത്ത് പ്രത്യേകം അജണ്ട കൂടി നടപ്പാക്കി. ജനങ്ങൾക്ക് എന്ത് നടപ്പാക്കി എന്ന ചോദ്യത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് തന്ന മറുപടി ഇങ്ങനെയാണ്. പിന്നെ കഴിഞ്ഞ 17-ാം തീയതി ഒരു കമ്മിറ്റി ഇത് കൂടേണ്ടതാണ്. അത് നമ്മുടെ പഞ്ചായത്ത് വന്നായിരുന്നു. അന്ന് പഞ്ചായത്തിൽ കൂടിയില്ല എന്ന് പറഞ്ഞു. അതിനെന്താ കാരണം? സെക്രട്ടറിയെ മാറ്റാനുള്ള അജണ്ട കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതുകൊണ്ടാണ് കമ്മിറ്റി കൂടാത്തതെന്നാണ് പറയുന്നത്. മുടങ്ങിയെന്നൊരു ആരോപണം കേൾക്കുന്നുണ്ട് പഞ്ചായത്ത്. അത് അങ്ങനെ മുടങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മുടങ്ങാനുണ്ടായ സാഹചര്യം എന്താണ്? അങ്ങനെ മുടങ്ങിയിട്ടില്ല. പെൻഷൻ മുടങ്ങിയിട്ടില്ല. ഇല്ല, പെൻഷൻ കൊടുത്തോണ്ടിരുന്നതല്ല. പെൻഷൻ തന്നിരിക്കുന്ന അപേക്ഷകൾ ഇല്ല. അത് നമ്മൾ കമ്മിറ്റിയിൽ അംഗീകരിച്ചേക്കുന്നത്. അല്ല, ഇപ്പം 2 കമ്മിറ്റി മുടങ്ങി പോയിട്ടില്ലേ ഇതിനു മുമ്പ്? ഒരു കമ്മിറ്റി ഉള്ളൂ. അപ്പോൾ അതിനകത്ത് പാസ്സാവേണ്ടത് ഈ പെൻഷൻ പാസ്സാവേണ്ടതായിരുന്നു. അപ്പോൾ ഈ ഇപ്പോൾ ഒരു മാസം കാലാവധി അവർക്ക് താമസിച്ചില്ല എന്നാണ് ചോദിച്ചത്. പെൻഷൻ കിട്ടാൻ ശുദ്ധമായ കള്ളമാണ് ഇവരിവിടെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അടിയന്തരമായിട്ട് കൂടിയ പഞ്ചായത്ത് കമ്മിറ്റി അതിൻ്റെ അജണ്ട എന്തായിരുന്നു, എടുത്ത തീരുമാനം എന്താണ്? മറ്റൊന്ന്, ഒരു മാസത്തെ പെൻഷൻ മുടങ്ങി എന്നാണ്. അതായത് പഞ്ചായത്ത് കമ്മിറ്റി കൂടി പാസ്സാക്കാത്തതിന് മൂലം ഒരു മാസത്തെ പെൻഷൻ മുടങ്ങി എന്നുള്ള രീതിയിലാണ്. ഇനി അടുത്ത കമ്മിറ്റി മുതലാണ് പാസ്സാക്കിയാൽ മാത്രം. നാളെ വരെ ഇത് പാസ്സാക്കിയിട്ടില്ല. പാസ്സാക്കാത്തതിൻ്റെ കാരണം എന്താണ്? ഇന്ന് പ്രധാനപ്പെട്ട അതിൻ്റെ സെക്രട്ടറി മാറ്റുന്നതിനെ സംബന്ധിച്ചായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ കാര്യമായ അഭിപ്രായം പറഞ്ഞില്ല. കാരണം ഈ വിഷയം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം. നമ്മൾ അതിനപ്പുറം കോടതിക്കപ്പുറം പഞ്ചായത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് കോടതിയുടെ തീരുമാനം എന്താണ്, ഈ സെക്രട്ടറി അല്ല, ഏത് സെക്രട്ടറിയാണ് എന്നെ സംബന്ധിച്ചുള്ള വിഷയമല്ല. ആ സെക്രട്ടറി പഞ്ചായത്തിന് വേണ്ടി എന്ത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചുള്ള വിഷയം. ഇവിടെ അടിയന്തരമായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കമ്മിറ്റി മാറ്റിവയ്ക്കാൻ കാരണം എന്താണെന്ന് അതിൻ്റെ പരിശോധിച്ചാൽ മനസ്സിലാവും. ഏതാണ്ട് 7 മെമ്പർമാർ ഈ വിഷയം എടുക്കാത്തതുകൊണ്ടാണ് കമ്മിറ്റി നടത്തിക്കാത്തതെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം ഇപ്പോൾ അവർക്കങ്ങനെ ആണെങ്കിൽ പോലും സെക്രട്ടറിയുടെ വിഷയം എടുക്കുന്നതിൽ പോലും ഈ അജണ്ട പാസ്സാക്കി പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ പാസ്സാക്കിയതിന് ശേഷം ഈ വിഷയം ജനങ്ങളുടെ വിഷയം ആദ്യം പരിഗണിച്ചിട്ട് സെക്രട്ടറി മാറ്റുക എന്നുള്ള വിഷയം രണ്ടാമത് എടുക്കാവുന്ന കാര്യമായിരുന്നു. അത് എന്താണ് ചെയ്യാത്തതെന്നുള്ളത് അവരോട് ചോദിച്ചാൽ മാത്രമേ എനിക്കറിയാവുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ വിഷയമാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് 100% പെർഫെക്റ്റാണ് സെക്രട്ടറി എന്നൊന്നും ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല, മാറ്റണ്ടെന്ന് പറഞ്ഞിട്ടില്ല. കുറേ അതായത് ഇപ്പോൾ ഈ പറയുന്ന ആളുകൾ പറയുന്നു സെക്രട്ടറിക്കെതിരെ കേസില്ലാതെ. കേസില്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞ് 4 വർഷമായി. ഈ 4 വർഷമായി സെക്രട്ടറിയെ സർക്കാരിൻ്റെ പ്രത്യേക എന്തോ അജണ്ടയുടെ പേരിലായിരിക്കും വെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം 3 വർഷത്തിൽ കൂടുതലൊരു പഞ്ചായത്തിലെ സെക്രട്ടറി വയ്ക്കാറില്ല. ഇപ്പോൾ ഞങ്ങളത് ഈ വിഷയം പ്രസിഡന്റിനോട് ചോദിച്ചു. പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു മുടക്കം വന്നിട്ടില്ല, അത് പാസ്സാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ സെക്രട്ടറി പറഞ്ഞു അത് മുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വൈസ് പ്രസിഡന്റും അതടക്കം പറയുന്നുണ്ട് മുടങ്ങി എന്നുള്ള യാഥാർത്ഥ്യമാണ് എന്ന്. പക്ഷേ ഈ മീഡിയയിലൂടെ പൊതുജനത്തോടും പ്രസിഡന്റ് നുണ പറഞ്ഞതല്ലേ എന്ന് അങ്ങനെ ഞാൻ പറയില്ല. പ്രസിഡന്റ് പറഞ്ഞതായിരിക്കും. പ്രസിഡന്റിനോട് ചോദിച്ചാൽ എനിക്ക് ക്ലാരിഫിക്കേഷൻ ഈ സമയത്ത് എങ്ങനെ പറഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
കഴിഞ്ഞ കമ്മിറ്റിക്ക് നമുക്ക് പാസ്സാക്കായിരുന്നു. പക്ഷേ ആ കമ്മിറ്റി കൂടിയതിന് ശേഷം ഈ അജണ്ട എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരാഴ്ച മാറ്റിയതുകൊണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ കമ്മിറ്റി നടത്തിയതിന് ശേഷം ഇന്നിപ്പോൾ ഈ കമ്മിറ്റി നടത്തിയാൽ മതിയായിരുന്നു ഈ വിഷയം എടുക്കാൻ വേണ്ടി. അപ്പം അല്ല, ഒരു അജണ്ട നടന്നപ്പോൾ അതിൻ്റെ കളമ്പങ്കം മറച്ചു വെച്ച് പൊതുജനങ്ങളോട് താല്പര്യപ്പെടുന്ന ഒരു പ്രസിഡന്റിന് യോജിച്ചതല്ല ഒരിക്കലും. അത് പറഞ്ഞു സത്യപ്രതിജ്ഞ ലംഘനമാണ് അത് നടത്തിയിരിക്കുന്നത്. ഞാൻ പറയാൻ തയ്യാറാണ്. പെൻഷൻ നടപ്പാക്കേണ്ട കാര്യത്തിൽ സെക്രട്ടറിയും പറയുന്നത് ഇങ്ങനെയാണ്. ആളുകളുടെ മാസത്തിന് അല്ലെങ്കിൽ ഇത് ബന്ധപ്പെട്ട് മുടങ്ങിയിരിക്കും അങ്ങനത്തെ പെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 8-ാം തീയതി വരെയായിരുന്നു കപ്പൽമാറ്റച്ചട്ടം നിലവിലുണ്ടായിരുന്നത്. 8-ാം തീയതി വരെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാതെ ഇരുന്ന് കഴിഞ്ഞ് 8-ാം തീയതി കഴിഞ്ഞ ഉടനെ നമ്മൾ കമ്മിറ്റി ഇട്ട് അജണ്ടകൾ വെച്ച് ചർച്ച ചെയ്യണം. അപ്പോൾ പെൻഷൻ്റെ അപേക്ഷകൾ ഒരു 20ഓളം പെൻഷൻ്റെ അപേക്ഷകളുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് നമ്മൾ 15-ാം തീയതി കമ്മിറ്റി ഇട്ടു. പക്ഷേ സെക്രട്ടറിയെ മാറ്റിയിട്ടേ കമ്മിറ്റി ഞങ്ങൾ കൂടൂ എന്ന് പറഞ്ഞ് പ്രസിഡന്റ് അടക്കമുള്ള 8 മെമ്പർമാർ ഇറങ്ങിപ്പോയി. അങ്ങനെ ആ കുമാരമംഗലം പഞ്ചായത്തിൽ അടിയന്തരമായി വിളിച്ച കമ്മിറ്റിയിൽ പെൻഷൻ പദ്ധതികൾ നടപ്പാക്കാതെ സെക്രട്ടറിയെ മാറ്റുന്ന വിഷയം മാത്രമാണ് അജണ്ടയ്ക്കെടുത്തത്. പെൻഷൻകാരുടെ പദ്ധതികളെല്ലാം നടപ്പാക്കി എന്നും പറഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് അജണ്ടയുടെ വിശദീകരണം കള്ളം പറഞ്ഞിരിക്കുന്നു. പ്രസിഡന്റ് പഞ്ചായത്തിനോട് കാണിക്കുന്ന സത്യപ്രതിജ്ഞാ ലംഘനവും പ്രസിഡന്റ് ഏകപക്ഷീയമായ ചില തീരുമാനങ്ങളും ജനങ്ങളുടെ പെൻഷൻ കാര്യങ്ങളും തൊഴിലുറപ്പ് വിഷയങ്ങളും ചർച്ചയ്ക്കെടുക്കാതെ പഞ്ചായത്ത് പ്രസിഡന്റ് ഏകപക്ഷീയമായ ചില തീരുമാനങ്ങൾ മാത്രമാണ് നടപ്പാക്കിയത്. കുമാരമംഗലം സെക്രട്ടറിയുടെ പേരിൽ 4 വർഷമായിട്ട് പൊതുജനങ്ങളുടെ ഒരു പരാതി ഇല്ലാത്തതും ഇപ്പോൾ കെട്ടിച്ചമച്ച ഒരു പരാതി കോടതിയിൽ നിലനിൽക്കുന്നതും ഇത് പ്രധാന വിഷയമായി അജണ്ടയിൽ എടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനങ്ങൾ പഞ്ചായത്തിൻ്റെ വികസന കാര്യങ്ങൾ അട്ടിമറിക്കപ്പെടുന്നതിനാണോ എന്ന് ജനങ്ങൾക്ക് സംശയം നിലനിൽക്കുന്നു. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിൽ നിന്നും കെ വിജയൻ.